എന്തായി അവിടെ ഒരുക്കങ്ങൾ, വിശേഷങ്ങൾ എന്താണ്? ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് അല്ലേ? മോത്തി, ഇവിടെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനവട്ട ഒരുക്കങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 9 മണിക്കാണ് ഉദ്ഘാടനം. ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. ഇവിടെ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളൊക്കെ ഇങ്ങനെ ഒരുങ്ങി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ആളുകളൊക്കെ, നിരവധി ആളുകളൊക്കെ ഇവിടെ കലാരൂപങ്ങളെയൊക്കെ കാണാനും ഒക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം പക്ഷേ ഏറ്റവും ഡിമാൻഡ് 2 കഥാപാത്രങ്ങൾക്കാണ്. നമ്മൾ വളരെ ചെറുപ്പം തൊട്ട് ഓരോ ആഴ്ചയും ഇവരെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ 2 പേർക്കാണ് ഇന്ന് ഇവിടെ ഏറ്റവും ഡിമാൻഡ് കൂടുതലുള്ളത്. ആദ്യമായിട്ടാണ് അത്തച്ചമയത്തിന് ഇങ്ങനെ കഥാപാത്രം വരുന്നത്. ഇവിടെ ഫാമിലിയുടെ ബാക്കി 2 പേര് കൂടെ ഇതാ അവിടെ നിൽപ്പുണ്ട്. ഓരോ ആളുകളും വന്ന് ഇതാ സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്കിടയിലാണെങ്കിൽ പോലും ഇവരുടെ കാര്യത്തിൽ ഭയങ്കര ഡിമാൻഡാണ്. ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. അതെ, നിങ്ങൾ ഇടയ്ക്ക് തല്ലുകൂടും, ഇടയ്ക്ക് തോളിലൊക്കെ കൈയിട്ടുകൊണ്ട് നടക്കുന്ന കാണാം. അപ്പൊ എങ്ങനെയാണ് നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ്? എങ്ങനെയാണ്? അതോ ഇപ്പോഴും ശത്രുക്കൾ തന്നെയാണോ? ഫ്രണ്ട്സ് ആണ്, പക്ഷെ ഇടയ്ക്ക് തല്ലുകൂടാറുണ്ട്. അങ്ങനെയാണോ റിയൽ ഫ്രണ്ട്ഷിപ്പ്? അപ്പൊ ഇനി നിങ്ങൾ തല്ലുകൂടാൻ പാടില്ല. ഈ 2025 അത്തച്ചമയത്തും തൊട്ട് ഒരു ചരിത്രം കൂടി ആവുകയാണ് അല്ലെ? ഇനി നിങ്ങൾ തല്ലുകൂടാൻ പാടില്ല. ഉറപ്പാണോ? പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കാം. ഇനി തല്ലുകൂടിയ പ്രേക്ഷകർ ചോദിക്കും. കെട്ടിപ്പിടിച്ചു ഔദ്യോഗികമായി സുഹൃത്തുക്കളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓക്കെ, ആദ്യമായിട്ടാണല്ലേ നിങ്ങളിങ്ങനെ ഈ ഒരു വേഷം കെട്ടിയുടെ അത്തച്ചമയത്തിന് വരുന്നത്? ഇവിടെ തൃപ്പൂണിത്തുറ തന്നെയുള്ള ആളുകളാണോ? അല്ല. എങ്ങനെയുണ്ട് ഈ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട്? നിങ്ങളും ആദ്യമായിട്ടല്ലേ വരുന്നത്? എങ്ങനെയുണ്ട്? ഈ ഘോഷയാത്രയൊക്കെ വൈബാക്കും. ഓക്കെ, അപ്പോ അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ശത്രുക്കളാണ് ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പോൾ ഓണത്തിന്റെ ഒരു തുടക്കമാണ് അത്തച്ചമയം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു സൗഹൃദത്തിനെയും കൂടെ ഒരു തുടക്കമാകട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ മാവേലി നാടിന്റെ പ്രൗഢിയും ഒക്കെ വിളിച്ചോതുന്ന ഒരു അത്തച്ചമയം ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഈ നാടും നഗരവും ഒക്കെ കളർഫുൾ ആയിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതാ നഗരവീഥികളിലേക്ക് ഇങ്ങനെ നമ്മുടെ കേരളത്തിന്റെ അടക്കമുള്ള തനത് കലാരൂപങ്ങൾ, നാടൻ രൂപങ്ങളുമൊക്കെ ഇതാ ഇപ്പോൾ ഇറങ്ങി തുടങ്ങും. നമ്മൾ അത്തച്ചമയത്തെ കുറിച്ച് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വർണ്ണാഭമായ ഒരു ഉത്സവമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ കരിങ്ങാച്ചിറ കത്തരും ചെമ്പിൽ അരയനും നെട്ടൂർ തങ്ങളും ഒന്നും വരാതെ അത്തച്ചമയം ആദ്യകാലങ്ങളിൽ, അതായത് രാജഭരണം ഉള്ളപ്പോൾ ആഘോഷിച്ചിരുന്നില്ല. അത് തന്നെയാണ്, അതായത് ഒരു പ്രത്യേക മതത്തിന്റെയോ ഒന്നുമല്ല, മതസൗഹാർദ്ദം കേരളത്തിലുള്ള എല്ലാ മനുഷ്യരും പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല അവിടുത്തെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ. പക്ഷെ അത് നല്ലതാണ്, സന്തോഷം. ആ താളമേളങ്ങൾക്കിടയിലാണ് ഈ ആഘോഷം അരങ്ങേറാനിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരും അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നു. അവസാനവട്ട തയ്യാറെടുപ്പുകൾ, കലാരൂപങ്ങളെല്ലാം തയ്യാറെടുത്തിരിക്കുന്നു. ഒപ്പം കലാകാരന്മാരുടെ സംഘങ്ങൾ എല്ലാവരും സന്തോഷത്തിലാണ്, ആഘോഷത്തിന്റെ ഭാഗമാകാനുള്ള തയ്യാറെടുപ്പിലാണ്. ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ് അത്തച്ചമയ ഘോഷയാത്ര. രാജഭരണകാലത്തുണ്ടായിരുന്നതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പിന്നീട് പൗരസമിതി ഇത് തുടർന്നു കൊണ്ടുപോകാൻ തീരുമാനിക്കുകയായിരുന്നു. ഔദ്യോഗിക ഓണാഘോഷത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. മതസൗഹാർദ്ദത്തിന്റെ അടയാളമായി ഇപ്പോഴും അത്തച്ചമയ ഘോഷയാത്ര എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നു.
ഘോഷയാത്രയ്ക്ക് തുടക്കമാകുന്നു. 9 മണിയോടെ ആയിരിക്കും പതാക ഉയർത്തൽ നടക്കുക. പിന്നീട് അങ്ങോട്ട് തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂളിൽ നിന്നും ആരംഭിച്ച് തിരികെ അത്തം നഗറിലേക്ക് എത്തുന്നതാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര. മുൻപ് ഹിൽ പാലസിലായിരുന്നു നടത്തിയിരുന്നത്, പിന്നീടാണ് സ്ഥിരമായി ഇവിടേക്ക് മാറ്റിയത്. ഒരു നാടിൻ്റെ ആകെ ആഘോഷം, മലയാളികളുടെ ആകെ ആഘോഷമായി മാറിയിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ പരിസരവാസികൾക്കൊക്കെ നിവാസികൾക്കൊക്കെ അത് ഏറെ സന്തോഷത്തിൻ്റെതാണ്. ഓണത്തിനെ വരവേൽക്കാനുള്ള അവസരം കൂടിയാണിത്. ഇതോടുകൂടി ആഘോഷ തിമിർപ്പിലേക്ക് ജനം സ്വാഭാവികമായും മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് നമ്മുടെ പ്രതിനിധികളൊക്കെ പങ്കുവച്ചത്.